ഹലോ, എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കാം. അതിനാദ്യം കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇത്രയും നന്നായിട്ട് അരിഞ്ഞു വയ്ക്കണം. ഇഞ്ചി ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടപ്പത്ത് വെച്ച് കുക്കർ ചൂടായി വെളിച്ചെണ്ണ ഊറ്റി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി മാത്രം ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിനവിടെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഊറ്റി ഒന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ച് നമ്മൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കറി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഊറ്റി മുട്ടയും കൂടെ ഊറ്റി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ മസാല എപ്പോഴാണ് ആഡ് ചെയ്യണേ, കുറച്ച് ബീഫ് മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയോടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ച് കുറുക്കിയെടുത്ത് നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.